കൊടുമ്പിരിക്കൊള്ളുന്ന യുദ്ധത്തിന്റെ യുദ്ധശ്രുതികളും വാർത്തകളും നമ്മളെ അനുദിനം ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഭീകരമായ അന്തരീക്ഷത്തിന്റെ ഭയപ്പാടിൽ നിൽക്കുന്ന നമ്മൾക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിപ്പാൻ ഈ ഒരു അവസരം വിനിയോഗിപ്പാൻ നമുക്ക് കഴിയട്ടെ. എന്തിനു വേണ്ടി ഇതെന്ന് നാം ചിന്തിക്കുമ്പോൾ തിരുവചനം ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ യുദ്ധങ്ങളും ഈ യുദ്ധത്തിന്റെ ശ്രുതികളും നമ്മൾ കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരു മുന്നറിയിപ്പായി കാണാൻ ദൈവം നിങ്ങൾക്ക് അവസരമൊരുക്കി തരട്ടെ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം എന്ത്, മറ്റു രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്നത് എന്തിന്, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ ഉയർന്നു വരുമ്പോഴും ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്നൊരു രാജ്യമാണ്, ഒരു രാഷ്ട്രമാണ്. അത് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ തിരുവചനം പഠിപ്പിക്കുന്നത് അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ സകല രാജ്യങ്ങളുടെയും കണ്ണിൽ കരടായി മാറുമെന്നുള്ളതാണ്. ആ പ്രവചന നിവൃത്തീകരണത്തിലേക്ക് സത്യത്തിൽ നടന്നു നീങ്ങുകയാണ് ഇന്നത്തെ ലോകമെന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അബ്രാഹാമിനെ ദൈവം വിളിച്ചിറക്കുമ്പോൾ അബ്രാഹാമിനോട് വാഗ്ദത്തം ചെയ്തൊരു ദേശമാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. അബ്രാഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ അബ്രാഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ ലഭിച്ച കനാൻ ദേശം വിസ്തൃതമായ കനാൻ ദേശമായിരുന്നു. ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ, ലെബനോൻ, സിറിയയുടെ ഭാഗങ്ങൾ, ഇറാഖിന്റെ ഭാഗങ്ങൾ, ഇങ്ങനെ വളരെ വിസ്താരമുള്ള ഏരിയ ആയിരുന്നു ദൈവം കനാൻ ദേശം എന്ന് പറഞ്ഞ് അബ്രഹാമിന് കൊടുക്കുന്നത്. എന്നാൽ സാഹചര്യം അനുസരിച്ച്, സന്ദർഭമനുസരിച്ച് പലതും പിടിക്കപ്പെട്ടു പോയി. ജാതികൾ ഇതിനെ വന്ന് ആക്രമിച്ച് ഇസ്രായേൽ ചിതറിപ്പോയി. ഇപ്പോൾ വളരെ നാമാവശേഷമായി മാത്രം നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടമായി, ഒരു ചെറിയ രാജ്യമായി അവശേഷിക്കുന്ന ഇസ്രായേലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാം ചെയ്ത ചെറിയ തെറ്റിൽ നിന്ന് തൻ്റെ ജനത്തെ, തൻ്റെ സന്തതി 400 വർഷത്തെ അടിമത്തത്തിലേക്ക് വിടുമെന്ന് ദൈവം പറഞ്ഞിട്ട് യോസേഫിലൂടെ ആ ഇസ്രായേലിനെ ഈജിപ്തിന് അടിമത്തത്തിലേക്ക് വിട്ടിട്ട് സമയപരിധി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ അവരുടെ ശിക്ഷയിൽ നിന്ന് മടക്കി വരുത്താൻ മോശയെ എഴുന്നേൽപ്പിച്ച് 400 വർഷത്തെ അടിമത്തത്തിന്റെ പരിധിയിൽ നിന്ന് പൊട്ടിച്ചവരെ പുറത്തെടുത്ത് സ്വന്തം ദേശം അവർക്ക് വീണ്ടും അവകാശമാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവരുടെ ദൈവത്തോടുള്ള തിരസ്കരണം കാരണം, പരാതി കാരണം, പരാജയം കാരണം പിന്നീടും വീണ്ടും അവർ ചിതറിപ്പോകുന്നത്, തള്ളപ്പെട്ടു പോകുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന വസ്തുതകളാണ്. ശലോമോന്റെ ഭരണകാലത്തിൽ ആ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും നോർത്ത് കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്നും സദേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന് രണ്ടായി പിരിയുകയും പിന്നീട് BCE 722 നോർത്തേൺ കിങ്ഡം അസിറിയൻ രാജാക്കന്മാരുടെ അധിനിവേശത്തിൽ നാമാവശേഷമാവുകയും അതിനുശേഷം BC 587 ബാബിലോണിന്റെ ആധിപത്യത്തിന്മേൽ തകർന്നടിയുന്ന മറ്റ് ആ സദേൺ ഇസ്രായേലിലെയും നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി ചിന്നിച്ചിതറി പോയ സമയത്തും ഒരു പ്രവചനം അവിടെ നിലനിൽക്കുന്നുണ്ട്. എഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഉണങ്ങിയ അസ്ഥികളെ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിച്ച് അതിന്മേൽ കാറ്റടിപ്പിച്ച് ശ്വാസമൂതിക്കൊടുത്ത് ജീവനുള്ള ദേഹികളെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇത് ഇസ്രായേലോട് പ്രവചിക്കാൻ പറഞ്ഞ് ഇത് ഇസ്രായേൽ ആകുന്നു എന്ന് പ്രവാചകനോട് പറയുമ്പോൾ ഇനിയും അവരെ തിരിച്ചു വരുത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യം, ഒരു വാക്തത്വം അതിനോട് ദൈവം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സാഹചര്യങ്ങളിലൂടെയെല്ലാം അവർ തകർന്നടിഞ്ഞു പോയപ്പോഴും, അവർ ചിതറിപ്പോയപ്പോഴും, ചിന്നിപ്പോയപ്പോഴും ഇസ്രായേൽ ജനം എവിടെയെല്ലാം ചെന്നെത്തിയോ അവിടെയെല്ലാം അവർ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. 1, അവരുടെ ഭാഷ അവർ നിലനിർത്തും. 2, അവരുടെ കസ്റ്റം, അവരുടെ ആചാരങ്ങൾ അവർ നിലനിർത്തും. 3, അവരുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥന, ആത്മീക കാഴ്ചപ്പാടുകൾ അവർ നിലനിർത്തും. ഈ 3 കാര്യങ്ങൾ, അവരുടെ ആത്മീക കാര്യങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ഭാഷ, ഇത് 3ഉം അവർ എത്ര ചിന്ന ഭിന്നമായി പോയാലും അവരെ വീണ്ടും ഇത് തന്നെ കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 1948 ഈ രാഷ്ട്രം വീണ്ടും രൂപീകരിക്കപ്പെടുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ അത് രൂപപ്പെട്ട ശേഷവും ഇന്നും ഇസ്രായേൽ സകല മനുഷ്യരുടെയും സകല രാജ്യക്കാരുടെയും കണ്ണിൽ കരടായിരിക്കാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രവചന നിവൃത്തീകരണം ഇനിയും നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അത്രേ ഇന്നത്തെ ഈ യുദ്ധങ്ങൾ, ഈ യുദ്ധശ്രുതികൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്, വിരൽ ചൂണ്ടത് എന്തിലേക്കാണ്? ഇതെല്ലാം ഒരു മുന്നറിയിപ്പാണ് എന്ന് നാം മറന്നു പോകരുത്. എന്തിനുള്ള മുന്നറിയിപ്പ്? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിൽ അതിന്റെ 6 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ ഇത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. നോക്കിക്കേ, ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, ഇതൊന്നും
അവസാനമല്ല, ഇനി ഒരു അവസാനം വരുന്നുണ്ട്. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഈ ഈറ്റുനോവിന്റെ ആരംഭത്തിൽ നാം തിരിച്ചറിയേണ്ട സത്യം, ഒരു അവസാനം വരുന്നതിന് മുൻപേ നമ്മുടെ അവസ്ഥകൾ എന്തായി തീരും എന്ന് തിരിഞ്ഞ് ചിന്തിപ്പാൻ ഉള്ളൊരു മുന്നറിയിപ്പ്. ഈ ഈറ്റുനോവിന്റെ ആരംഭത്തിൽ മുന്നറിയിപ്പായി ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം അറിയേണ്ട ഏറ്റവും വലിയ സത്യം, ഇതിനു മുൻപേ സംഭവിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം. അതിന് ഭാഗമാകുവാൻ നമ്മൾ സന്നദ്ധരാണോ, ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇന്ന് നിങ്ങളെ തന്നെ വിചിന്തനം ചെയ്യുക. ഈ യുദ്ധങ്ങളും ഈ യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ വലിയൊരു സത്യം നമ്മൾ വിളിച്ചറിയിക്കുന്നത്, ഈ അവസാനത്തിലേക്ക് ഇതെല്ലാം എത്തിക്കുന്നതിന് മുൻപേ 1 തെസ്സലോനിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നത് പോലെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും എന്നൊരു വാഗ്ദത്ത വചനം നിവർത്തീകരിക്കാൻ ഇനി അധികം താമസമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ യുദ്ധങ്ങള്, ഈ വാർത്തകള്, ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. ഭീതിപ്പെടാനല്ല, ഭയപ്പെടാനല്ല. യുദ്ധങ്ങൾ മുറുകിയാലും ഇതൊക്കെ കുടുംബിരിക്കൊണ്ടാലും അതിന്റെ ദാരുണ അനുഭവങ്ങൾ, അതിന്റെ അനന്തര ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിനു മുൻപ് നമ്മുടെ പ്രിയൻ വരുമെന്നുള്ള ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ എന്നൊരു വിഷയത്തെ ആധികാരികമായി പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇല്ല എന്നൊരു സത്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയും. പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിച്ചിതിനെ പഠിപ്പിക്കുന്നുണ്ട്. പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ. നമ്മൾ വിശ്വസിക്കുന്നത് ഏതിലാണെന്ന് ഇന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയട്ടെ. ഇതിനെക്കുറിച്ച് മറ്റൊരു സമയത്ത് വിശദമായി നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. പ്രീ ട്രിബുലേഷൻ എന്ന് പറയുമ്പോൾ മഹോപദ്രവത്തിന് മുൻപ് സഭ എടുക്കപ്പെടുമോ, അതിന് തിരുവചനത്തിൽ അടിസ്ഥാനമുണ്ടോ? അതിന് അടിസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കൊരു ഡയറക്റ്റ് വാക്യം ഇതിനെ ബന്ധിപ്പിച്ച് കാണാൻ കഴിയുകയില്ല. എന്നിരുന്നാൽ തന്നെ തിരുവചനം വ്യക്തമായി സ്പഷ്ടമായി നാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹോപദ്രവത്തിന് മുൻപ് സഭ എടുക്കപ്പെടും. അത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ചില പഠനങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഞാൻ നൽകിത്തരാം എന്ന് ചിന്തിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ദാനിയേലിനോട് പ്രവചനാത്മാവിൽ പറയുന്ന ശബ്ദം എന്ന് പറയുന്നത് 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പറയുമ്പോൾ, ആ 70 ആഴ്ചവട്ടത്തിന്റെ അവസാന നാളുകളിലെ 7 ആഴ്ചവട്ടം, അതാ 7 വർഷത്തിന്റെ അവസാനത്തെ 3.5 വർഷമാണ് മഹോപദ്രവം എന്ന് പറയുന്നത്. മഹോപദ്രവം 7 വർഷമല്ല, മഹോപദ്രവം 3.5 വർഷമാണ്. ഈ 3.5 വർഷത്തെ കുറിച്ച് ദാനിയേലിനോട് പറയുമ്പോൾ നിനക്കും നിന്റെ ജനത്തിനും എന്ന് പറഞ്ഞാണ് അവിടെ ഉദ്ധരിക്കുന്നത്. ഏതാണ് നിന്റെ ജനം? അത് ഇസ്രായേലിനാണ്. ഇസ്രായേലിന് വേണ്ടിയാണ് മഹോപദ്രവ കാലം ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ സഭ അതിനു മുൻപ് എടുക്കപ്പെടും എന്നൊരു ഉറപ്പ് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവ് ഇന്നോ നാളെയോ സംഭവിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇതൊരു വാണിംഗ് ആണ്, ഇതൊരു മുന്നറിയിപ്പാണ്. എന്തിനു വേണ്ടി? എന്റെയും നിങ്ങളുടെയും ഒരുക്കത്തിന് വേണ്ടി. സഭയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ഇതെല്ലാം ശരിയാ. എന്നാൽ അതിനപ്പുറത്ത് ആത്മീക നിലവാരത്തിൽ ഇന്ന് ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വരവോ എന്റെ മരണമോ സംഭവിച്ചാൽ ഞാൻ നിത്യതയിൽ കാണുമോ? ഇന്ന് ഈ ഉറപ്പില്ലെങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും, എത്ര പ്രയത്നിച്ചിട്ടും, എത്ര പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും, പ്രഹസനമായ ആത്മീക അനുഭവങ്ങൾ പങ്കുവച്ചിട്ടും എന്ത് പ്രയോജനമുണ്ട്? യുദ്ധം കൊടുമ്പിരിക്കൊള്ളട്ടെ, യുദ്ധത്തിന്റെ ശ്രുതികൾ നമ്മുടെ കാതുകളിൽ കേൾക്കട്ടെ, രാജ്യം രാജ്യത്തോട് എതിർക്കട്ടെ. എന്നാൽ ഈ ഒരു പ്രത്യാശ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവിന്റെ ഗംഭീര നാദം മുഴങ്ങാൻ, പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങാൻ, ദൈവത്തിന്റെ കാഹളം ധ്വനിക്കാൻ ഇനി അധികം സമയമില്ല. അത് എൻ്റെ അകത്ത് എന്നിൽ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശ്രവിക്കാൻ ഇനി അധികം സമയം വൈകുകയില്ല എന്നൊരു ഉറപ്പ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ യുദ്ധത്തിന്റെ ഭയാനകമായ ഒരു അനുഭവത്തിലേക്ക് നാം നടന്നു നീങ്ങുമ്പോഴും കടന്നു പോകുമ്പോഴും നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, തകർന്നടിയുന്നവർക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ അവരെയും ഓർക്കാൻ നമ്മളും കടപ്പെട്ടവരാണ്. ഇതിനിടയിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ഉണ്ടാകാം, നമ്മുടെ സ്നേഹിതരുണ്ടാകാം, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാകാം. അവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ബാധ്യത നമുക്കുള്ളപ്പോൾ, അവരെ ഓർക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിപ്പാനും അവർക്ക് ആത്മധൈര്യം കൊടുപ്പാനും നമ്മൾക്ക് കഴിയുന്നതിനൊപ്പം തന്നെ ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. ഇതെല്ലാം എനിക്കുള്ളൊരു മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ഒന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവ് അല്ലെങ്കിൽ എൻ്റെ മരണം, ഇത് 2 സംഭവിച്ചാലും ഞാൻ നിത്യതയിൽ കാണും എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ രാജ്യം രാജ്യത്തോട് എതിർക്കട്ടെ,
യുദ്ധത്തിന്റെ ശ്രുതികൾ കേൾക്കട്ടെ, എന്നാലും ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് പലരും വന്ന് നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിലും വിശ്വാസത്യാഗത്തിൽ അകപ്പെട്ടു പോകാതെ വണ്ണം ഉറപ്പോടെ, വിശ്വാസത്തോടെ, ആത്മബലത്തിൽ, ധൈര്യത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാനും മരിപ്പാനും നിങ്ങൾ സന്നദ്ധരായി മാറുക. അതുകൊണ്ട് ഇനി അധികം സമയം വൈകുകയില്ല. ഏത് പ്രശ്നവും പ്രതികൂലവും വന്നെന്ന് വന്നാലും യേശുവിന് വേണ്ടി ജീവിപ്പാനും ഒരുങ്ങുവാനും ആ വരവിന്റെ പ്രത്യാശയോടെ ജീവിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ പ്രത്യാശയും ഈ ലോകത്തിന്റെ അവസാനത്തിൽ എൻ്റെ മരണാനന്തരം എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പറുദീസ, ഒരു നിത്യത, അവിടെ ഞാൻ സുഖമായി എൻ്റെ ക്രിസ്തുവിന്റെ മാർവിൽ ചേർന്ന് വസിക്കും എന്നുള്ളതാണെങ്കിൽ ആ പ്രത്യാശ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ നിങ്ങളുടെ അകത്ത് തരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക അനുഭവങ്ങളിൽ അടിയുറച്ച് ജീവിപ്പാൻ, പ്രത്യാശയിൽ വളരുവാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.